ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഈ വീഡിയോ ഒരു സർപ്രൈസ് ബ്രൈഡൽ ഷവർ എൻ്റെ ഒരു കസിൻ ചേച്ചിയുടെ എൻഗേജ്മെൻറ്റ് തൊട്ട് മുമ്പായിട്ട് നമ്മൾ കൊടുത്തൊരു വീഡിയോ ആണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. എനിക്ക് വേറൊരു കാര്യം പറയാനുള്ളതെന്ന് വെച്ചാൽ, എനിക്കറിയില്ല ലോകത്ത് വേറെ ആരെങ്കിലും ഇതുപോലൊരു ബ്രൈഡൽ ഷവർ കൊടുത്തിട്ടുണ്ടോ എന്ന് സംശയമുണ്ട്. കാരണം ഇതൊരു കംപ്ലീറ്റ്ലി ഒരു ഫുൾ പച്ചപ്പ് വലിച്ചൊരു പാടത്തിൻ്റെ നടുക്ക് അതിൻ്റെ വരമ്പത്താട്ടോ, അതിൻ്റെ വരമ്പത്ത് വെച്ചിട്ട് നമ്മൾ ഫുൾ സെറ്റ് ചെയ്ത്, അതും നല്ലൊരു ഒരു 12 മണി കഴിഞ്ഞിട്ടുള്ളൊരു ഉച്ച സമയത്ത് ആണിത് ഫുൾ നമ്മൾ സെറ്റ് ചെയ്തത്. അത്ര വെയിലില്ലായിരുന്നു, പക്ഷെ ഭയങ്കര കാറ്റുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നല്ല ഡേ ലൈറ്റ് ഉള്ളതുകൊണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ ഫോട്ടോസും വീഡിയോസൊക്കെ കിട്ടിയിട്ടുണ്ട്. കണ്ടോ, ആ നമ്മൾ വീഡിയോയിൽ കണ്ടറിയാം, നല്ല കാറ്റുണ്ടായിരുന്നു. നമ്മളപ്പോഴേക്കും ലൊക്കേഷൻ കണ്ടുപിടിച്ചതോടൊപ്പം തന്നെ നമ്മളപ്പോൾ തന്നെ ബലൂണൊക്കെ ഓൾറെഡി വീട്ടിൽ നിന്ന് തന്നെ വീർപ്പിച്ചുകൊണ്ട് വന്ന് എല്ലാം സെറ്റ് ചെയ്തിട്ടാണ് നമ്മൾ വന്നത്. ഇനി നമുക്ക് അവിടെ ചെന്നെല്ലാം ഒന്ന് സെറ്റ് ചെയ്താൽ മതിയായിരുന്നു. അപ്പം നമ്മൾ സെറ്റ് ചെയ്യാൻ നിന്നപ്പോഴാണ് നമുക്ക് മനസ്സിലായത്, ഈ ബ്രൈഡ് ടു ബിയുടെ ഹാങ്ങിങ് നമുക്കിങ്ങനെ ഹാങ് ചെയ്യാൻ നമുക്ക് അവിടെ ഒരു സംഭവം ഇല്ല എന്നുള്ള കാര്യം. അപ്പോഴേക്കും നൂനു പോയിട്ട് 2 ശീമക്കൊന്നയുടെ വടിയൊക്കെ വെട്ടി കൊണ്ട് അവിടെ ഫിക്സ് ചെയ്ത് അതൊക്കെ സെറ്റ് ചെയ്ത് അപ്പോഴേക്കും അമ്മയും നൂനും കൂടെ അതെല്ലാം ഹാങ് ചെയ്തു. പക്ഷെ നമ്മളെ ഫേസ് ചെയ്ത ഏറ്റവും വലിയ ചലഞ്ച് എന്ന് പറഞ്ഞാൽ ഭയങ്കര കാറ്റായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ബലൂൺസ് നമ്മൾ ഈവൻ നമ്മളത് നൂല് വെച്ചിട്ട് കോർത്തിട്ടുണ്ടെങ്കിലും അതിങ്ങനെ ഫുൾ കുറേ പറന്നു പോവും, കുറേ പൊട്ടിപ്പോവുകയൊക്കെ ചെയ്തു. ഇങ്ങനെ പറന്നു പോയിട്ട് ആ ഏതെങ്കിലും പുല്ലിൻ്റെയോ അല്ലെങ്കിൽ തൊട്ടാവാടിയുടെയോ സൈഡിൽ കൊണ്ട് തട്ടിക്കഴിയുമ്പോൾ അത് പൊട്ടിപ്പോവും. അപ്പോൾ നമുക്കൊരു പേടിയുണ്ടായിരുന്നു. നമ്മൾ ഈ ബ്രൈഡ് ടു ബീനെ നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുമായിരുന്നു. കാരണം സർപ്രൈസ് ആയതുകൊണ്ട് തന്നെ അവരുടെ കല്യാണ വീട്ടിൽ നിന്ന് വരുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ നമുക്കൊരു പേടി ഉണ്ടായിരുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് പൊട്ടി ലാസ്റ്റ് ചേച്ചി വരുമ്പോൾ ഒന്നും ഉണ്ടാവില്ല എന്നുള്ളത് പേടി ഉണ്ടായിരുന്നു. പക്ഷെ അങ്ങനെയൊന്നും സംഭവിച്ചില്ല. ഒരു 50% ഒക്കെ ബലൂൺസ് ആക്ച്വലി പൊട്ടിയായിരുന്നു. 50 അല്ലെങ്കിലും ഒരു 45 ഒക്കെ പൊട്ടിയിട്ടുണ്ടെന്ന് തോന്നുന്നു. നല്ലോണം പൊട്ടി കാരണം നമുക്ക് നമ്മുടെ കുറേ ഒത്തിരി ബലൂൺസ് ഉണ്ടായിരുന്നു. പക്ഷേ എന്നാലും ചേച്ചി വന്നപ്പോഴേക്കും ബലൂൺസൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അത്യാവശ്യം. അങ്ങനെ നമ്മൾ ചേച്ചിക്ക് വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ട് നമ്മളിതെല്ലാം സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മളിത് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ അച്ഛ പോയിട്ട് നമ്മളെ കേക്ക് ടോപ്പർ കണ്ടപ്പോഴാണ് നമ്മൾ വിചാരിച്ചത്, ഓ ദൈവമേ, കേക്കും വൈനൊക്കെ വേണമല്ലോ എന്നത്. ഞാൻ പറഞ്ഞ പോലെ ലാസ്റ്റ് മിനിറ്റ് ഇതായിരുന്നു. നമ്മൾ ലാസ്റ്റ് മിനിറ്റ് എല്ലാം ഓർഗനൈസ് ചെയ്തുകൊണ്ട് അപ്പോൾ തന്നെ നമ്മൾ അച്ഛയോട് പറഞ്ഞു. അപ്പോൾ അച്ഛ പോയി നോ ആൽക്കഹോൾ വൈനും പിന്നെ കേക്കും സിമ്പിൾ പ്ലെയിൻ കേക്കും വാങ്ങിച്ചുകൊണ്ട് വന്ന് നമുക്ക് കേക്ക് ടോപ്പർ വെക്കാൻ പാകത്തിനുള്ള. അപ്പം ആ സമയത്ത് ചേച്ചീനെ വെയിറ്റ് ചെയ്തിരിക്കുന്ന സമയത്ത് നമ്മൾ തന്നെ എല്ലാവരും കൂടെ നിന്നിട്ട് വിതൗട്ട് ദ ബ്രൈഡ് ടു ബി നമ്മൾ മാത്രമായിട്ട് നമ്മൾ ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കുന്നതായിട്ടേ കാണുന്നത്. കാരണം ചേച്ചിനെ വെയിറ്റ് ചെയ്തിരിക്കുന്ന സമയത്ത് നമുക്ക് അവിടെ ആ വെയിലത്ത് നമുക്ക് വേറെ ചെയ്യാനില്ലാത്തതുകൊണ്ട് നമ്മൾ തന്നെ നിന്ന് കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു, ഈ ബലൂൺസും ഈ പ്രോപ്പർട്ടീസൊക്കെ വെച്ചിട്ടോ. ഇതൊക്കെ അതിൻ്റെ ഭാഗമായിട്ടുള്ള ഫോട്ടോസാണ്. ഇപ്പം ഈ ഫോട്ടോസും വീഡിയോസൊക്കെ നമ്മളിങ്ങനെ മാക്സിമം യൂട്ടിലൈസേഷൻ ഓഫ് ദ റിസോഴ്സസ്, അതാണല്ലോ നമ്മുടെ ഒരു ഇത്. അപ്പം നമ്മളതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് കേക്ക് മൈനായിട്ട് വന്ന ആൾ വന്നപ്പോൾ അമ്മയ്ക്കൊരാഗ്രഹം, ഞങ്ങൾ രണ്ടുപേരുടെ ഫോട്ടോ എടുത്ത് തരുമെന്ന് പറഞ്ഞിട്ട്. അപ്പം നമ്മളൊന്നും നോക്കിയില്ല, നമ്മൾ എടുത്തു കൊടുത്തു. അങ്ങനെ നമ്മളിതൊക്കെ റെഡിയാക്കി അവർ വരാറായിട്ടുണ്ടെന്ന് മനസ്സിലായപ്പോൾ നമ്മൾ ബലൂൺസൊക്കെ ആയിട്ട് നമ്മൾ റോഡിലേക്ക് പോകുന്ന ആ ചേച്ചിനെ വെൽക്കം ചെയ്യാൻ വേണ്ടി പോകുന്ന കാഴ്ച കേട്ടോ ഇപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത്. അവർ വന്നു, അപ്പോൾ അവരോട് വരാൻ പറയൂ എന്നൊക്കെ പറഞ്ഞ് ഞാനിങ്ങനെ ഡയറക്ഷൻസൊക്കെ കൊടുക്കുന്നതാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഫൈനലി ചേച്ചി വന്നു കേട്ടോ. പേടിക്കേണ്ട, ശ്രേയ കൈ പിടിച്ചിട്ടുണ്ട്. അഴിക്കട്ടെ? അഴിക്കാൻ പാടില്ല. ഉണ്ണി തൊട്ട് മുമ്പിൽ പാടാണ്, കൊച്ചു കാല് വെക്കല്. ചെറിയ കാലാണ് പിടിച്ചിട്ടുണ്ട്. ചേച്ചി റോളാ, പേടിക്കണ്ട. ഇങ്ങനെ നടക്കും. ഓക്കെ, വിട്ടോളൂ. ഇവിടെ എല്ലാവരും സൈഡിലേക്ക് ഗൈസ്.
എന്തെങ്കിലും ഐഡിയ ഉണ്ടോ എന്താ നടക്കുന്നത് ഇവിടെ ബ്രൈഡ് ഷവറാണോ ഇനി ഞങ്ങൾ പയ്യൻ കണ്ണൊക്കെ അഴിച്ച് കാണിച്ചു തരാം എന്താ ഇവിടെ നടക്കുന്നത് പാടത്തിലാട്ടോ അങ്ങനെ നമ്മൾ സർപ്രൈസ് ഒക്കെ റിവീൽ ചെയ്തു. എന്നാലും എവിടെ വെച്ചാൽ എന്താണെന്നൊന്നും ചേച്ചിക്ക് മനസ്സിലായിട്ടില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. കാരണം നടു റോട്ടിൽ വന്നിട്ട് അരയ്ക്ക് കുറേ വരില്ല, എന്നാലും ബലൂണൊക്കെ വെച്ചിട്ട് ബ്രൈഡൽ ഷവർ എന്ന് പറയുമ്പോൾ ആർക്കാണുള്ളൊരു സംശയം തോന്നുമല്ലോ. അപ്പം നമ്മൾ അവിടെ എന്താ പറയുക, ആ പാടത്തേക്ക് ഇറങ്ങുന്നതിന് മുന്നേ തന്നെ നമ്മൾ കുറേ പ്രോപ്പർട്ടീസും ഇങ്ങനെ ബ്രൈഡൽ ഷവറിന് കുറേ ഇങ്ങനെ പോപ്സ് ഒക്കെ ഉണ്ടല്ലോ, അപ്പോൾ അതെല്ലാം എല്ലാവർക്കും ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് എല്ലാവരുടെയും കയ്യിലേക്ക് കുറേ സാധനങ്ങൾ കൊടുക്കുന്നതാണ് അവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് നമ്മൾ പയ്യെ ചേച്ചിയുടെ കൂട്ടി നമ്മൾ ഇതിലേക്ക് അമ്മ കേക്കൊക്കെ ആയിട്ട് വരുന്നത് കണ്ടോ. അങ്ങനെ നമ്മളെല്ലാവരും കൂടെ പയ്യെ അങ്ങനെ എന്താ പറയുക പാടത്തേക്ക് ഇറങ്ങുക കേട്ടോ, ബാക്കി കലാപരിപാടികൾക്ക് വേണ്ടിയിട്ട്. അങ്ങനെ നമ്മളെല്ലാവരും നിരന്നൊക്കെ നിന്നു, എങ്ങോട്ടാണ് ഫേസ് ചെയ്യേണ്ടത്, എന്താണ് ചെയ്യേണ്ടതെന്നൊക്കെ നമ്മളിങ്ങനെ ഒരു ഐഡിയ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ നമ്മൾ ഫൈനലി ഞാൻ പറഞ്ഞു കൊടുക്കാട്ടോ, നമുക്കൊരു എന്താ യോഗ പറയാൻ ഒരു തംസപ്പൊക്കെ കൊടുക്കാമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ എല്ലാവരും കൂടെ അതനുസരിച്ച് പ്രോപ്പൊക്കെ വെച്ചിട്ട് പോസ് ചെയ്യുന്നൊരു രംഗമാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ വേറൊരു കാര്യം ഒരു എക്സ്ക്യൂസ് പറയാനുള്ളത്, എനിക്ക് നല്ല ജലദോഷമുണ്ട്. അപ്പം ഞാൻ കൊടുക്കുന്ന വോയിസ് ഓവറിന് അത്രയ്ക്ക് ചെറിയ ക്ലാരിറ്റി കുറവൊക്കെ ഉണ്ടാവും, ദയവായി ക്ഷമിക്കുക. പിന്നെ നമ്മളിതൊക്കെ അച്ഛയും അമ്മയും കൂടി കേക്കൊക്കെ ഹോൾഡ് ചെയ്ത് കൊടുത്തു ചേച്ചി. കാരണം നമുക്ക് വേറെ ഒരു കേക്ക് സ്റ്റാൻഡോ അങ്ങനെയൊന്നും ഇല്ലാത്തതുകൊണ്ട് അവരുടെ കൂടെ മധുരം ഇങ്ങനെ വെച്ച് കൊടുത്തു. ചേച്ചി അത് കട്ട് ചെയ്തു. നമുക്കതൊന്നും നമുക്കത് എന്താ പറയുക കട്ട് ചെയ്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യാനുള്ളൊരു അത്രയും ഒരു ഫെസിലിറ്റി അവിടെ ഇല്ലെന്ന് നിങ്ങൾക്ക് കണ്ടപ്പോൾ മനസ്സിലായല്ലോ. അപ്പോൾ നമ്മൾ ജസ്റ്റ് കട്ട് ചെയ്ത് നോക്കിയേ ഉള്ളൂ. നമ്മളത് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു. പിന്നെ അപ്പോഴേക്കും ജയിച്ചേട്ടായിയൊക്കെ എന്താ പറയുക വൈൻ കുപ്പിയും ഒക്കെ ആയിട്ട് വന്നു. നമ്മൾ വീട്ടിൽ നിന്ന് ഗ്ലാസ്സൊക്കെ എടുത്തിട്ട് വന്നു. നമ്മൾ പിന്നെ അത് വെച്ചിട്ട് ഫോട്ടോ, ഇതൊക്കെ മെയിൻലി ഫുൾ ഫോട്ടോ പർപ്പസ് ആയിരുന്നു ഗൈസ്. അല്ലാണ്ട് നമുക്കത് മൊത്തത്തിൽ ഇതൊക്കെ കഴിക്കാൻ കുടിക്കാൻ എൻജോയ് ചെയ്യാനൊന്നും നമുക്ക് അവിടെ അത്രയും സമയമില്ലായിരുന്നു. പക്ഷെ കുപ്പി അച്ഛ ഷാമ്പെയിൻ പൊട്ടിക്കുന്ന പോലെ പൊട്ടിക്കാൻ നോക്കിയതാണ്. പക്ഷേ അത് ഷാമ്പെയിൻ അല്ലായിരുന്നു എന്ന് പിന്നെയാണ് അച്ഛ ഓർത്ത്. അങ്ങനെ നമ്മൾ വൈനൊക്കെ പൊട്ടിച്ചു. പിന്നെ അത് നമ്മൾ അതിൻ്റെ ഇടയ്ക്ക് പല കാര്യങ്ങളും അവർ പറയുന്നുണ്ട്. അത് എല്ലാവരും നല്ല രീതിയിൽ എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു. അതായിരുന്നു ഏറ്റവും വലിയൊരു ബെസ്റ്റ് പാർട്ട്. എല്ലാവരും ചേച്ചിയും ഭയങ്കര ഹാപ്പി ആയിരുന്നു. അത് ചേച്ചിയുടെ മുഖത്ത് കാണാനുണ്ടായിരുന്നു. പിന്നെയും കുറച്ച് കഴിഞ്ഞപ്പോൾ ചേച്ചി പറഞ്ഞു, ചേച്ചിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു, സർപ്രൈസ് അടിപൊളിയായിരുന്നു എന്നൊക്കെ. അതായിരുന്നു നമ്മുടെ ഒരു സർപ്രൈസിൻ്റെ വിജയം. അപ്പോൾ കേക്ക് കട്ടിങ് കഴിഞ്ഞപ്പോഴേക്കും അച്ഛ ഗ്ലാസ്സസിലേക്കൊക്കെ വൈൻ ഒക്കെ ഇങ്ങനെ പകർത്തി കൊടുത്തു. അപ്പം ഞാനിത് പറയുന്നത് വെച്ചാൽ ഇതൊക്കെ കിട്ടുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ഇൻ ബിറ്റ്വീൻ നമ്മളൊരു പാർട്ടി പേപ്പർ പൊട്ടിച്ചു കേട്ടോ. പക്ഷേ അതൊന്നും വീഡിയോയിൽ കിട്ടിയില്ല. അപ്പം ഞാൻ ഐ എം മേക്കിംഗ് ഷുവർ ദാറ്റ് അവനത് വീഡിയോ എടുത്തിട്ടുണ്ടല്ലോ എന്ന് ഞാൻ എനിക്ക് ചോദിക്കുന്നതാണ്. അല്ലാണ്ട് അവനൊന്നും ഞാൻ പറയുന്നതല്ല കേട്ടോ. അപ്പം അങ്ങനെ അതിൻ്റെ ഇടയ്ക്ക് അങ്ങനെ പാടത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞ് നമ്മളെല്ലാവരും തിരിച്ച് റോഡിലേക്ക് എത്തി. പിന്നെ നമ്മൾ ആലോചിച്ചുകൊണ്ടിരിക്കുക ഇനി നമുക്ക് എന്തൊക്കെ ചെയ്യാം, അത് നമുക്കിവിടെ വെച്ച് നിർത്തിയാലോ എന്നൊക്കെ നമ്മളിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പോൾ ഇത്രയും പേരാണ്, ഇപ്പോൾ ഈ വീഡിയോയിൽ കണ്ടിരിക്കുന്ന അത്രയും പേരാണ് ഇതിൻ്റെ പുറകെ പ്രവർത്തിച്ച ആളുകൾ എന്ന് പറയുമ്പം അവിടെ അവരെല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ. മെയിനായിട്ടും അമ്മയുടെയാണ് ഈ ഐഡിയാസൊക്കെ കേട്ടോ. പിന്നെ നമ്മൾ അങ്ങനെ റോഡിൽ നിന്ന് ഈ പറയുന്നത് പോലെ കാണുന്ന പോലെയൊക്കെ വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തു. മെയിനായിട്ടും വീഡിയോസ് ആട്ടോ കൂടുതൽ. പിന്നെ ചേച്ചിയുടെ എക്സ്പീരിയൻസ് പറയുന്നതാണ് ഇപ്പോൾ പ്ലാൻ ചെയ്തോന്ന് ചോദിച്ചു. പക്ഷെ ഇവരെ പ്ലാൻ ചെയ്താൽ ഞാൻ കാണുന്നില്ല. അത് നിങ്ങളിതിലുണ്ടെന്ന് എനിക്ക് അറിയില്ല. ഇവിടെ വന്നത് കണ്ണ് കെട്ടി ഇവിടെ എത്തിയപ്പോ എനിക്ക് ഡൗട്ട്. അങ്ങനെ ചേച്ചിനെ കൊണ്ട് നമ്മൾ പറ്റുന്ന പോലെ ചെറിയൊരു റിയാക്ഷൻ വീഡിയോ ഒക്കെ എടുത്തു. എന്നിട്ട് നമ്മളിനി എന്ത് ചെയ്യാം എന്ന് ആലോചിച്ചിരിക്കുകയായിരുന്നു. അപ്പം അമ്മ പറഞ്ഞു നമുക്കൊരു റീൽ എടുക്കുന്ന പോലെ, ഒരു റീലല്ല ഒരു വീഡിയോ എടുക്കാമെന്ന് പറഞ്ഞിട്ട് നമ്മൾ അതൊക്കെ ഷൂട്ട് ചെയ്തു. പക്ഷേ ആ ഷൂട്ട് ചെയ്ത വീഡിയോ ഞാനൊരു യൂട്യൂബ് ഷോർട്ടായിട്ട് ഇത് കഴിഞ്ഞിട്ട് അപ്ലോഡ് ചെയ്യാം കേട്ടോ. പിന്നെ നമ്മൾ ലാസ്റ്റ് പാക്കപ്പിന് മുന്നേ നമ്മളൊരു വീഡിയോ എടുത്തതാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ വളരെ സ്വീറ്റ് ആൻഡ് ഷോർട്ടായിട്ടുള്ളൊരു സർപ്രൈസ് ബ്രൈഡൽ ഷവറാണ് നിങ്ങൾ കണ്ടത്. ഐ ഹോപ്പ് യു ഓൾ ലൈക്ക് ദിസ് വീഡിയോ. അപ്പം ഇഷ്ടമായെങ്കിൽ എന്താ പറയുക, ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ. ഞാൻ അതിൻ്റെ ഇടയ്ക്ക് എന്താ പറയുക കോലും കുന്നൊക്കെ ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും
യോയോ പറഞ്ഞ് നടക്കുന്നതാണ് ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ലാസ്റ്റത്തെ ആ പാക്കപ്പ് സീൻസാണ്. എല്ലാവരും വണ്ടി എടുക്കാനൊക്കെ പോയി, നമ്മൾ വെയിറ്റ് ചെയ്യുന്നു, എല്ലാം കഴിഞ്ഞ് എല്ലാവരും ഇതൊക്കെ ആയിട്ട് തിരിച്ചു പോകുന്നു. അത്രേ ഉള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്.